ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SSC CGL 20 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഹാഫ് ഓഫ് ദ പോർഷനിലെത്തി നിൽക്കുവാണ് അല്ലേ. 10th ഡേ ആണ് നമ്മുടെ. സോ പകുതിയോളം ക്ലാസ്സസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 10 ക്ലാസ്സസ് കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട് അല്ലേ. അപ്പം ആ പകുതിയിലെത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ നന്നായി ഫോളോ ചെയ്തു എന്നും നന്നായി നിങ്ങൾ മനസ്സിലാക്കി എന്നും വിചാരിക്കുന്നു. സോ ഐ ബിലീവ് ദാറ്റ് ദോസ് സെഷൻസ് വർ റിയലി ബെനിഫിഷ്യൽ ഫോർ യു. സോ ഇനിയുള്ള ക്ലാസ്സുകളും നിങ്ങൾ ഈ ഒരു സ്പിരിറ്റോടു കൂടി തന്നെ ക്ലാസ്സസ് എല്ലാം കാണണം. ഓക്കെ, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രാക്ടീസിങ് വെരി വെൽ. ഓക്കെ, സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. So without any delay, let's start the session, and I am here, Shweta, along with you. Okay, so here is the first question. അപ്പോൾ ആദ്യത്തേത് ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ദി ഗിവൻ സെൻറ്റൻസസ്, സെലക്ട് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൻ സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പാസീവ് ഫോം ഏത് എന്നതാണ് ചോദ്യം. സോ ദി ഗിവൻ സെൻറ്റൻസസ്, ദ ഡിപ്പാർട്ട്മെൻറ്റ് കൺഫേർഡ് ആ സ്കോളർഷിപ്പ് ടു കൈലാഷ്. ഓക്കെ, അപ്പം കൈലാഷിന് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്കോളർഷിപ്പ് കൺഫർ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് നമ്മൾ പാസീവ് ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നതാണ് ചോദ്യം. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ഓപ്ഷൻസ്. ആ സ്കോളർഷിപ്പ് had been conferred to Kailash by the department, then a scholarship is being conferred to Kailash by the department, then a scholarship was conferred to Kailash by the department, and a scholarship has been conferred in Kailash by the department. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് ആണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദി ഡിപ്പാർട്ട്മെൻറ്റ് കൺഫേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. സോ ആദ്യത്തെ ഓപ്ഷനിൽ ഹാഡ് ബീൻ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹാഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാമായിരുന്നു, ഹാഡ് ബീൻ ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബിയിൽ ഈസ് ബീയിങ് ആണ് തന്നിരിക്കുന്നത്. ഈസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക? പ്രസൻറ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ബീയിങ് എന്ന് പറയണമെങ്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ വേർബിൻ്റെ ING ഫോം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇതില്ല. സോ ഓപ്ഷൻ ബിയും നമ്മുടെ ആൻസർ അല്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സിയിൽ വാസ് കൺഫേർഡ് ആണ് തന്നിരിക്കുന്നത്. സോ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാസ് പ്ലസ് P3 ഫോം ആണ് വേണ്ടത്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇനി ഓപ്ഷൻ ഡിയിലാണെങ്കിലോ ഹാസ് ബീൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. ഹാസ് ബീൻ എപ്പോഴാണ് വരിക? ഒന്നുകിൽ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹാസ് വേണം, അല്ലെങ്കിലോ ഹാവ് വേണം. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീനിൻ്റെ യൂസേജ് വരുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ കൺഫേർഡ് ആണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. സോ പാസ്റ്റ് ടെൻസിൽ നമുക്ക് വേണ്ടത് വാസ് അല്ലെങ്കിൽ വേറിൻ്റെ കൂടെ V3 ഫോം ആണ്. ഓക്കെ, വാസ് അല്ലെങ്കിൽ വേറിൻ്റെ കൂടെ V3 ഫോം വരണം. ഓക്കെ, ഇവിടെ നമുക്ക് ആ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ നമുക്ക് വാസിൻ്റെ യൂസേജ് ആണ് വേണ്ടത്. സോ വാസ് പ്ലസ് V3, അതായത് വാസ് പ്ലസ് കൺഫേർഡ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഡയറക്റ്റ് ഫോമിലുള്ളതാണ്. അപ്പം അതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം, അത് ഇൻഡയറക്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നതാണ് ചോദ്യം. Let's read the sentence. See, Madhurima explained, I am planning to quit my graduation. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് മാറ്റുമ്പം എങ്ങനെ വരും? ഓപ്ഷൻസ് നോക്കിക്കേ. മധുരിമ എക്സ്പ്ലെയിൻഡ് ദാറ്റ്. ഓക്കെ, 4 ഓപ്ഷൻസിലും ഈ ദാറ്റ് വരെയുള്ള പാർട്ട് സെയിം ആണ് അല്ലേ. ഇനി ഷീ വെയർ പ്ലാനിങ് ടു ക്വിറ്റ് ഹർ ഗ്രാജുവേഷൻ. ഓക്കെ, ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ വെയർ അതിൻ്റെ കൂടെ വരില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബിയിൽ നോക്കിക്കേ. മധുരിമ എക്സ്പ്ലെയിൻ ദാറ്റ് ഷീ പ്ലാൻ ടു ക്വിറ്റ് ഹർ ഗ്രാജുവേഷൻ. ഓക്കെ, ഷീ പ്ലാൻ ടു ക്വിറ്റ്. ഇനി മൂന്നാമത്തേത് ഷീ വാസ് പ്ലാനിങ് ടു ക്വിറ്റ്. ഓക്കെ, ഐ ആം പ്ലാനിങ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ എന്നുള്ളത് ഇവിടെ മധുരിമയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഷീ എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ ഷീ എന്ന് വരുന്ന സമയത്ത് നമുക്കറിയാം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ ഈസ് അക്കോർഡിംഗ് ടു ദ ടെൻസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലേ, ഐ ആം പ്ലാനിങ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ളതാണ്. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ്റ്റ് ടെൻസ് വേണം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇവിടെ ആമിന് പകരം വാസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി പ്ലാനിങ് എന്നുള്ളത് അതുപടി തന്നെ നമ്മൾ എഴുതുന്നു. ഓക്കെ, സോ ഷീ വാസ് പ്ലാനിങ് എന്ന് വരുന്ന ആൻസർ ആണ് നമ്മുടേത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, സോ മധുരിമ എക്സ്പ്ലെയിൻ ദാറ്റ് ഷീ വാസ് പ്ലാനിങ് ടു. ഓക്കെ, അതുപോലെ
ക്വിറ്റ് മൈ എന്നുള്ളത് മധുരിമയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ മൈ എന്നുള്ളത് എന്തായിട്ട് മാറും, ഹെർ എന്നായിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, മധുരിമ എക്സ്പ്ലെയിൻ ദാറ്റ് ഷീ വാസ് പ്ലാനിങ് ടു ക്വിറ്റ് ഹെർ ഗ്രാജുവേഷൻ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ വാസിൻ്റെ യൂസേജ് ഇല്ലാത്തത് കൊണ്ട് ബി ഇസ് റോങ്. അതുപോലെ ഡിയിൽ ഷീ ഹാഡ് ബീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഓവർ ഹിയർ. ഓക്കെ, സോ ഓപ്ഷൻ ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി തന്നിരിക്കുന്ന 4 വാക്കുകളിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് ഡിമോളിഷ് ഓർ കണ്ടക്ട് ഓർ ബയോപിക് ഓർ ഹാൻഡ്ഫുൾ? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഇ ആണ്, ദാറ്റ് ഈസ് ഡെമോളിഷ് അല്ലേ. ഡെമോളിഷിൻ്റെ സ്പെല്ലിംഗ് എന്താ, DEMOLISH എന്നുള്ളതാണ് ഡെമോളിഷ്. ഓക്കെ, തകർത്ത് തരിപ്പണമാക്കുക, കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുക എന്നുള്ള മീനിങ് ആണ് ഡെമോളിഷിന് ഉള്ളത്. ഓക്കെ, ഇനി കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗനൈസ് ചെയ്യുന്നതിനെ നമ്മൾ കണ്ടക്ട് എന്ന് പറയും അല്ലേ, കണ്ടക്ട് എ പ്രോഗ്രാം. ഓക്കെ, ബയോപിക് എന്ന് പറഞ്ഞാലോ, ലൈക്ക് ബയോപിക് ഇസ് ആക്ച്വലി എ ഫിലിം. ഓക്കെ, ഫിലിം വേർഷൻ ഓഫ് എ പേഴ്സൺസ്, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ലൈഫ് അത് ഫിലിമായിട്ട് എടുക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ബയോപിക് എന്നാണ് പറയുക. ഹാൻഡ്ഫുൾ എന്ന് പറഞ്ഞാലോ, കൈ നിറയെ എന്നുള്ളൊരു മീനിങ് ആണ് ഹാൻഡ്ഫുൾ എന്നുള്ള വാക്കിനുള്ളത്. ഓക്കെ, സോ ഹിയർ അവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി തന്നിരിക്കുന്ന വാക്കിന് ആൻറ്റണിമായിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന വാക്ക് റൂത്ത്ലെസ്ലി എന്നുള്ളതാണ്. ഓക്കെ, സോ ദ ഗവൺമെൻറ് റൂത്ത്ലെസ്ലി ഡിസൈഡഡ് ടു ഫോഴ്സ് ഇറ്റ്സ് സിറ്റിസൻസ് ടു പേ ടാക്സസ് ഈവൻ ഡ്യൂറിങ് ഫാമൈൻ. ഓക്കെ, അപ്പം ഫാമിൻ അല്ലേ, ഫാമിൻ എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് ക്ഷാമം അല്ലേ, ഭക്ഷ്യക്ഷാമത്തിനെയാണ് നമ്മൾ ഫാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വരൾച്ച കൊണ്ട് അതുപോലെ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഫാമിൻ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫാമിൻ്റെ സമയത്ത് പോലും എന്ത് ചെയ്യേണ്ടി വന്നു, ലൈക്ക് ഗവൺമെൻറ് റൂത്ത്ലെസ്ലി ഡിസൈഡ് ടു ഫോഴ്സ് ഇറ്റ് സിറ്റിസൻസ് ടു പേ ടാക്സസ്. ഓക്കെ, ടാക്സ് സിറ്റിസൻസിന് ടാക്സ് പേ ചെയ്യണം ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഫാമിൻ എന്ന് ഗവൺമെൻറ് പറയാണ്. ഓക്കെ, സോ ഈ റൂത്ത്ലെസ്ലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? റൂത്ത്ലെസ്ലി മീൻസ് ലൈക്ക് വിത്തൗട്ട് എനി കൺസിഡറേഷൻ. ഓക്കെ, ലൈക്ക് വളരെ ക്രൂവലായിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് റൂത്ത്ലെസ്ലി എന്നുള്ള വാക്കിനുള്ളത്. സോ അതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്ന വാക്ക് ഏത്? Is it leniently or indifferently or unscrupulously or tyrannically? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് ലീനിയൻ്റ്ലി. ഓക്കെ, ലീനിയൻ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ ടോളറേഷൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ വളരെ മെർസിഫുൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയൻ്റ്ലി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഡിഫറൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിഫറൻ്റ്ലി മീൻസ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഓക്കെ, ഒരു കൺസിഡറേഷൻ ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഇൻഡിഫറൻ്റ്ലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അൺസ്ക്രൂപ്ലെസ്ലി എന്ന് പറഞ്ഞാൽ ലൈക്ക് മോറൽ സ്റ്റാൻഡേർഡ്സ് ഒന്നും എക്സിബിറ്റ് ചെയ്യാത്ത ഒന്നിനെയാണ് നമ്മൾ അൺസ്ക്രൂപ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് വൈസ് ലൈക്ക് ഓണസ്റ്റ് അല്ലാത്ത, ഫെയ്ത്ത്ഫുൾ അല്ലാത്ത, ഓക്കെ, എത്രയും നമുക്ക് അൺസ്ക്രൂപ്ലെസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ, ഇനി ടിറനിക്കലി എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് സ്വേച്ഛാധിപത്യം എന്ന് നമുക്കറിയാം അല്ലേ, ലൈക്ക് പവർ എക്സസൈസ് ചെയ്യുക, എങ്ങനെ ഫോഴ്സ്ഫുള്ളി എക്സസൈസ് ചെയ്യുക, അതിനെയാണ് നമ്മൾ ടിറനിക്കലി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹിയർ our answer is option A, that is leniently. Okay, now let's move on. അടുത്ത ലൈക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ലൈക്ക് ഫ്രേസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. So select the most appropriate option that can substitute the underlying segment in the given sentence. Okay, so let's read the sentence. Mother ordered John to switch on the light as it was time to sleep. Okay, അപ്പം അമ്മ ജോണിനോട് പറയുവാണ് എന്ത്, ഇത് ഇപ്പം ഉറങ്ങാനായിട്ടുള്ള സമയമായി, അതുകൊണ്ട് തന്നെ നീ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യൂ എന്നായിരിക്കണം പറയുന്നുണ്ടാവുക അല്ലേ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യൂ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, so let's read the option. C, to switch off the light, or to switch in the light, or to switch off the light, or to switch out the light. Okay, so ഇവിടെ നമുക്ക് എയും സിയും ഒരുപോലെ തോന്നുമെങ്കിൽ കൂടി OFF ഓഫ് എന്നുള്ള യൂസേജ് ആണ് നമുക്കിവിടെ വേണ്ടത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സ്വിച്ച് ഓഫ്, SWITCH OFF എന്നുള്ളതാണ് സ്വിച്ച് ഓഫ് ചെയ്യുക, അണയ്ക്കുക എന്നുള്ള മീനിങ്ങിന് ലൈക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ.
അടുത്ത ക്വസ്റ്റ്യനും ലൈക്ക് ഒരു കൊലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ആ ഭാഗം അവിടെ നമുക്ക് എന്ത് ചേഞ്ച് വരുത്തിയാലാണ് കൃത്യമായിട്ടുള്ള കൊലൊക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ദി ഗിവൻ സെൻറ്റൻസസ്: ദ ഇന്റേൺ ഷുഡ് ടേക്ക് എ റൈറ്റ് ചോയ്സ് ഇൻ ചൂസിങ് ദ റൈറ്റ് ജോബ് ഫോർ ഹെർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ടേക്ക് എ റൈറ്റ് ചോയ്സ് എന്നതിന് പകരം ഏതാണ് വരേണ്ടത്? ലെറ്റ്സ് സീ ദ ഓപ്ഷൻസ്. റേക്ക് എ റൈറ്റ് ചോയ്സ് ആണോ, മേക്ക് എ റൈറ്റ് ചോയ്സ് ആണോ, ഫിക്സ് എ റൈറ്റ് ചോയ്സ് ആണോ, അതോ ടേക്ക് ദ റൈറ്റ് ചോയ്സ് ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ എപ്പോഴും നമ്മളിവിടെ മേക്ക് എ റൈറ്റ് ചോയ്സ്, മേക്ക് എ റൈറ്റ് ഡിസിഷൻ എന്നുള്ള ഇങ്ങനെയുള്ള ലൈക്ക് കൊളൊക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ റൈറ്റ് ചോയ്സ് എന്നുള്ളതിൻ്റെ കൂടെ വരേണ്ടത് മേക്ക് എന്നുള്ള വേർഡാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൃത്യമായിട്ടുള്ള കൊളൊക്കേഷൻ. ഓക്കെ, സോ മേക്ക് എ റൈറ്റ് ചോയ്സ് ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഇസ് സിമിലർ ഇൻ മീനിങ്. ഓക്കെ, സിനോണിം കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. നോ പ്ലോസിബിൾ എക്സ്പ്ലനേഷൻ കുഡ് ബി ഫൗണ്ട് ഫോർ ഡിസപ്പിയറൻസ്. ഓക്കെ, അപ്പം പ്ലോസിബിൾ എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ട് വരുന്ന മീനിങ് ഉള്ള വാക്ക് തന്നിരിക്കുന്നതിൽ ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, പ്ലോസിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യമായിട്ടുള്ള, വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ പ്ലോസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ജസ്റ്റ്, ലീഗൽ, ക്രെഡിബിൾ ആൻഡ് യൂസ്ലെസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വിശ്വസനീയമായത് എന്നുള്ള ഒരർത്ഥം വരുന്ന വാക്ക് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ക്രെഡിബിൾ. ഓക്കെ, സോ പ്ലോസിബിൾ എന്നുള്ള വാക്കിന് സിനോണിം ആയിട്ട് വരുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ക്രെഡിബിൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ലൈക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സി സെലക്ട് ദ ഈഡിയം ഫ്രം ദ ഗിവൻ ഓപ്ഷൻസ് ദാറ്റ് ഗിവ്സ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഹൈലൈറ്റഡ് ടെക്സ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും 4 ഈഡിയംസ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏത് ഈഡിയമാണ് ഈ അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഫ്രേസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ ന്യൂ ടൂറിസം പോളിസി of the government has made some people excited or interested. ഓക്കെ, അപ്പം ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ പുതിയ ടൂറിസം പോളിസി അനൗൺസ് ചെയ്തത് കുറച്ച് ആളുകളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ലൈക്ക് മീനിങ് ആണ് ഈ ഒരു സെൻറ്റൻസിന് വരുന്നത്. സോ എക്സൈറ്റഡ് ഓർ ഇൻട്രസ്റ്റഡ് എന്നുള്ള ആ ഒരു മീനിങ് വരുന്ന ഈഡിയം ഈ തന്നിരിക്കുന്ന 4 ഈഡിയംസിൽ ഏത് എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ്, or run around in circles, or quicken the pulse, or reach for the moon. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് ക്വിക്കൻ ദ പൾസ്. ഓക്കെ, ക്വിക്കൻ ദ പൾസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ് മീൻസ് ഗെറ്റിംഗ് എക്സൈറ്റഡ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള 3 ഈഡിയംസിൻ്റെ മീനിങ്സ് കൂടി ഒന്ന് നോക്കാം. സി പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മീൻസ് ആൻഡ് മെത്തേഡ്സും യൂസ് ചെയ്ത് ഒരു കാര്യം നേടുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പുൾ ഔട്ട് ഓൾ ദ സ്റ്റോപ്സ് എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലൈക്ക് വൈസ് റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരേ കാര്യം തന്നെ വീണ്ടും 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 പറയുക, ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക വിത്തൗട്ട് ലൈക്ക് എനി ലൈക്ക് ഔട്ട്പുട്ട്. ഓക്കെ, കാര്യമായിട്ടുള്ള ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല, പക്ഷെ പറയുന്ന കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുക, ചെയ്യുന്ന കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനെയാണ് റൺ അറൗണ്ട് ഇൻ സർക്കിൾസ് എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ റീച്ച് ഫോർ ദ മൂൺ മീൻസ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ റീച്ച് ഫോർ ദ മൂൺ എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി അടുത്തത് ഒരു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് സി ആൻ എക്സസീവ്ലി ഇൻറ്റൻസ് ഡിസയർ ഫോർ റിട്ടേണിംഗ് ടു പാസ്റ്റ് ഓർ ലോസ്റ്റ് കണ്ടീഷൻസ്. ഓക്കെ, പാസ്റ്റ് കണ്ടീഷൻസിലോട്ട് അല്ലെങ്കിൽ ലൈക്ക് ലോസ്റ്റ് കണ്ടീഷൻസിലോട്ട് തിരിച്ചു പോകാനായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിസയറിനെ നമുക്ക് എങ്ങനെ വിളിക്കാം എന്നതാണ് ചോദ്യം. ഈസ് ഇറ്റ് അഫെക്ഷൻ ഓർ ഗ്ലിറ്ററാറ്റി ഓർ നൊസ്റ്റാൾജിയ ഓർ പാരനോയിയ? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് നൊസ്റ്റാൾജിയ. ഓക്കെ, പഴമയിലോട്ടുള്ള തിരിച്ചുപോക്ക്. ഓക്കെ, ലൈക്ക് നമുക്ക് ചില കാര്യങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും അല്ലേ, അപ്പം അതിലോട്ട് തിരിച്ചു പോകാനായിട്ട് നമുക്കുണ്ടാകുന്ന ലോങ്ങിങ്. ഓക്കെ, അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, നൊസ്റ്റാൾജിയ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ, ദെൻ ലൈക്ക് അഫെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒന്നിനോട് തോന്നുന്ന അട്രാക്ഷനെയാണ്, അറ്റാച്ച്മെൻറ്റിനെയാണ് പറയുന്നത്. ഗ്ലിറ്ററാറ്റി എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഹു ആർ
ഇൻ ദ ലൈം ലൈറ്റ്, ഹു ആർ ഫാഷനബിൾ, ഹു ആർ വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഗ്ലിറ്ററാറ്റി എന്ന് പറയുന്നത്. ദെൻ പാരനോയ്യ എന്ന് പറഞ്ഞാൽ ഒരു ഭ്രമാത്മകതയാണ്. ഓക്കെ, അതായത് ലൈക്ക് മിസ്ട്രസ്റ്റ് ഇൻ അതേഴ്സ് ആക്ഷൻസ്, ഓക്കെ, ഇൻ അതേഴ്സ് ബിഹേവിയർ, അങ്ങനെയുള്ള ഒരു ഭ്രമാത്മകതയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരനോയ്യ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി എ മെൻ്റൽ കണ്ടീഷൻ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. സി, അടുത്തതും ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ദ ആക്ട് ഓഫ് കില്ലിങ് വൺസ് മദർ. സ്വന്തം അമ്മയെ കൊല്ലുന്ന ആ ഒരു ആക്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈസ് ഇറ്റ് റെജിസൈഡ് ഓർ ഹോമിസൈഡ് ഓർ എക്സോറിസൈഡ് ഓർ മെട്രിസൈഡ്? ഓക്കെ, സോ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് മെട്രിസൈഡ്. അല്ലേ, സ്വന്തം അമ്മയെ കൊല്ലുന്ന അതിനെയാണ് നമ്മൾ മെട്രിസൈഡ് എന്ന് പറയുന്നത്. ഇനി റെജിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജാവിനെ കൊല്ലുന്നതിനെയാണ്. കില്ലിംഗ് ഓഫ് എ കിങ് ഈസ് കോൾഡ് റെജിസൈഡ്. ഇനി ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് കില്ലിംഗ് ഓഫ് വൺ പേഴ്സൺ ബൈ ആനദർ. ഓക്കെ, ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതിനെയാണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. എക്സോറിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് വൺസ് ഓൺ വൈഫ്, സ്വന്തം ഭാര്യയെ കൊല്ലുന്നതിനെയാണ് എക്സോറിസൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് സ്വന്തം അച്ഛനെ കൊല്ലുന്നതിനെയാണ്. ഫ്രാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം ബ്രദറിനെ കൊല്ലുന്നതിനെയാണ്. അങ്ങനെ ഒരുപാട് ലൈക്ക് കില്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ഉണ്ട്. ഇഫ് യു ഗെറ്റ് എ ചാൻസ്, ഡു ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് സെലക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് പ്രൊപ്പസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സി, ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമുക്ക് ചേഞ്ച് കാണാൻ പറ്റുന്നത് ഈ 4 ഓപ്ഷൻസിലും വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് പ്രൊപ്പസിഷൻസിൻ്റെ യൂസേജിലാണ്. ആദ്യത്തേതിൽ 4 ആണ്, രണ്ടാമത്തേതിൽ ഫ്രം ആണ്, പിന്നെ 2 ആണ്, പിന്നെ സിൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത്? വി ഹാവ് ബീൻ പ്ലേയിങ്. ഓക്കെ, ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പം മുതൽ? 4 മണി മുതൽ. ഓക്കെ, അപ്പോൾ 4 മണി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ് അല്ലേ. സോ ഇതിലേത് പ്രൊപ്പസിഷനാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിൻ്റെ കൂടെ യൂസ് ചെയ്യുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി അല്ലേ. സോ ഈസ് ഇറ്റ് ഫോർ ഓർ ഫ്രം ഓർ ടു ഓർ സിൻസ്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് സിൻസ്. ഓക്കെ, അപ്പോൾ സിൻസ് എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രൊപ്പസിഷനാണ്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 o'clock, or this shop was established since 2004. ഓക്കെ, അപ്പം അങ്ങനൊരു ലൈക്ക് പോയിന്റ് ഓഫ് ടൈം കാണിക്കാനായിട്ട് നമുക്ക് സിൻസ് എന്നുള്ള പ്രൊപ്പസിഷൻ യൂസ് ചെയ്യാം. ഇനി 4 എന്നുള്ള പ്രൊപ്പസിഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? വിത്ത് എ പീരീഡ് ഓഫ് ടൈം, ഒരു പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെയാണ് നമ്മൾ 4 എന്നുള്ള പ്രൊപ്പസിഷൻ യൂസ് ചെയ്യുന്നത്. ഒന്നിൽ നിന്ന് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ഫ്രം എന്നുള്ള പ്രൊപ്പസിഷൻ യൂസ് ചെയ്യാം. ഒന്നിലോട്ട് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് ടു എന്നുള്ള പ്രൊപ്പസിഷൻ യൂസ് ചെയ്യാം. ഇനി ഒരു റേഞ്ച് കാണിക്കാനായിട്ട് നമുക്ക് ഫ്രം ആൻഡ് ടു, ഈ 2 പ്രൊപ്പസിഷൻസും ഒരുമിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രം 10 o'clock to 2 o'clock. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ഒരു റേഞ്ച് കാണിക്കാനായിട്ട് ഫ്രമും ടുവും യൂസ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. ഓക്കെ, അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഒറ്റൊരു സെൻറ്റൻസ് ആണ്. ഓക്കെ, അതിനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് കിട്ടും. ഓക്കെ, സോ ആ ഒരു ലോജിക്കൽ ആയിട്ടുള്ള സീക്വൻസ് ഏത് എന്നതാണ് ചോദ്യം. സോ ലെറ്റ് സി വി ആർ എൻകറേജ്ഡ് എന്നതിന് ശേഷം ഹെൽപ്പ് വരുമോ, അതോ ബൈ വരുമോ, അതോ വർക്ക് വരുമോ, അതോ ലേണിംഗ് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ലൈക്ക് വി ആർ എൻകറേജ്ഡ് ഹെൽപ്പ് ആക്സലറേറ്റ് ദെയർ റിട്ടേൺ ടു എന്ന് വരുമോ, ബൈ ഹൗ വിമൻ ആർ എംബ്രേസിങ് ഓൺലൈൻ എന്ന് വരുമോ, അതോ എൻകറേജ്ഡ് വർക്ക് ആൻഡ് പ്രൊമോട്ട് ഇക്കണോമിക് മൊബിലിറ്റി എന്ന് വരുമോ, അതോ എൻകറേജ്ഡ് ലേണിംഗ് ടു ഡെവലപ്പ് ന്യൂ സ്കിൽസ് ദാറ്റ് ക്യാൻ എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ എന്തിനാലാണ് എൻകറേജ്ഡ് ആയത് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് അല്ലേ. സോ ഇവിടെ എൻകറേജ്ഡിന് ശേഷം വരേണ്ടത് ബൈ എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വേർഡാണ്. ഓക്കെ, സോ വി ആർ എൻകറേജ്ഡ് ബൈ ഹൗ വിമൻ ആർ എംബ്രേസിങ് ഓൺലൈൻ എന്ന് വരും. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ സീക്വൻസിൽ ആദ്യത്തെ മെമ്പറായിട്ട് വരുന്നത് ഇറ്റ് ഈസ് ക്യൂ. ഓക്കെ, അപ്പം ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസേ നമുക്കുള്ളൂ. എന്തൊക്കെയാണ്? എയും ബിയും. ഓക്കെ, സോ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. സോ ക്യൂ കഴിഞ്ഞ് എസ് വരുമോ പി വരുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ ഓൺലൈൻ ഹെൽപ്പ് എന്ന് വരുമോ, അതോ ഓൺലൈൻ
ലേണിംഗ് എന്ന് വരുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി അല്ലേ. അപ്പോൾ ഓൺലൈൻ ലേണിംഗ് ആണ് സ്യൂട്ടബിൾ അല്ലേ. ഓൺലൈൻ ഹെൽപ്പിനെക്കാളും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് ഓൺലൈൻ ലേണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസറായിട്ട് വരുന്നത് QS. ഓക്കെ, QS എന്ന് വരുന്നതാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, QSPR നമുക്കൊന്ന് നോക്കി വായിച്ചു നോക്കാം. QSPR. We are encouraged by how women are embracing online learning to develop new skills that can help accelerate their return to work and promote economic mobility. Okay, അപ്പം ഇതാണ് കൃത്യമായിട്ടുള്ള സെൻറ്റൻസ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ? Now let's move on. See, അടുത്തതും appropriate use of preposition related ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. Let's see. They rise with the morning lark and labor till almost dark. ഓക്കെ, അപ്പം till almost dark എന്ന് വരുമോ, അറ്റ്മോസ്റ്റ് almost dark എന്ന് വരുമോ, by almost dark എന്ന് വരുമോ, still almost dark എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം രാത്രിയാകുന്നത് വരെ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഒന്നുകിൽ until വേണം, അല്ലെങ്കിലോ till വേണം. ഓക്കെ, സോ ഇവിടെ till വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. സോ our answer is ഓപ്ഷൻ എ. ഓക്കെ, now let's move on. അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ഇഡിയം ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻ വേർഡ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ഇഡിയംസ് ആണ്. സോ അതിലേത് ഇഡിയമാണ് ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ആ ഒരു ഫ്രേസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ലൈക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഹി വാസ് സാക്ഡ് ഫ്രം ഹിസ് ജോബ് ബിക്കോസ് ഓഫ് എ ഗ്രേവ് ഇറർ ഓൺ ഹിസ് പാർട്ട്. ഓക്കെ, സോ ഗ്രേവ് എന്ന് പറഞ്ഞാൽ സീരിയസ് എന്നാണ് അർത്ഥം. ഓക്കെ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുക, ഗ്രേവ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സീരിയസ് എറർ എന്ന് പറയുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഈഡിയം ഏത് എന്ന് നമുക്ക് നോക്കാം. ഈസ് ഇറ്റ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ഓർ മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ്, ഓർ പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട്, ഓർ ഹിമാലയൻ ബ്ലണ്ടർ. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് ഹിമാലയൻ ബ്ലണ്ടർ. ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറർ അതിനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഈഡിയമാണ് ഹിമാലയൻ ബ്ലണ്ടർ. ഓക്കെ, ഇനി ബാക്കിയുള്ള ഈഡിയംസിൻ്റെ മീനിങ്സ് കൂടി നമുക്ക് നോക്കാം. സി, റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ റെയിൻ ഹെവിലി. ഓക്കെ, നല്ല ഹെവി ആയിട്ട് മഴ പെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. ഇനി മൈൻഡിങ് വൺസ് പീസ് ആൻഡ് ക്യൂസ് എന്ന് പറഞ്ഞാൽ മൈൻഡിങ് വൺസ് ഓൺ ബിസിനസ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ബ്ലെയിമിങ് സംവൺ ഫോർ ദെയർ ലൈക്ക് മിസ്റ്റേക്സ് ഓർ ബ്ലെയിമിങ് സംവൺ ഫോർ ദെയർ ഡ്രോബാക്സ്. ഓക്കെ, അങ്ങനെ ഒരു മീനിങ് ആണ് പിക്കിംഗ് ഹോൾസ് ഇൻ വൺസ് കോട്ട് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്രോപ്രിയേറ്റ് കൊളോക്കേഷൻ കണ്ടെത്താനായിട്ടുള്ള ചോദ്യമാണ്. ദ ബാങ്കർ വാണ്ട് മീ നോട്ട് ടു ബി കെയർലെസ് ഫ്രം മൈ ATM കാർഡ്. ഓക്കെ, അപ്പം കെയർലെസ് എന്നുള്ള വാക്കിൻ്റെ കൂടെ വരേണ്ട പ്രപ്പോസിഷൻ ഏത് എന്ന് നമുക്ക് നോക്കണം. ഇറ്റ് ഈസ് നോട്ട് ഫ്രം. ഓക്കെ, അപ്പം കെയർലെസ് ബിസൈഡ് എന്ന് വരുമോ, അതോ കെയർലെസ് വിത്ത് എന്ന് വരുമോ, കെയർലെസ് അക്രോസ് എന്ന് വരുമോ, അതോ കെയർലെസ് ഓൺ എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് കെയർലെസ് വിത്ത്. ഓക്കെ, കെയർലെസ് എന്നുള്ള വാക്കിൻ്റെ കൂടെ വിത്ത് എന്നുള്ള പ്രപ്പോസിഷൻ വരുമ്പോഴാണ് അതൊരു കൃത്യമായിട്ടുള്ള കൊളൊക്കേഷൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ദ ബാങ്കർ വാണ്ട് മീ നോട്ട് ടു ബി കെയർലെസ് വിത്ത് മൈ ATM കാർഡ് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തതും ഒരു ഇഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ്സ് റീഡ്. ഐ ഹാവ് ബീൻ എ വെജിറ്റേറിയൻ ഫോർ എ വെരി ലോങ് ടൈം. ഓക്കെ, ഒരുപാട് കാലമായിട്ട് ഞാനൊരു വെജിറ്റേറിയൻ ആണ് എന്നതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ ഫോർ എ വെരി ലോങ് ടൈം എന്നുള്ള മീനിങ് വരുന്ന ഇഡിയം ഏത്? ഇസ് ഇറ്റ് എ ഡോങ്കീസ് ഇയേഴ്സ്, or duck in the thunderstorm, or die in harness, or Damocles sword? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് ഡോങ്കീസ് ഇയേഴ്സ്. ഓക്കെ, ഡോങ്കീസ് ഇയേഴ്സ് പറഞ്ഞാൽ ഒരുപാട് കാലമായിട്ട്, ഫോർ എ വെരി ലോങ് ടൈം. ഓക്കെ, ഇനി ഡക്ക് ഇൻ ദ തണ്ടർസ്റ്റോം എന്ന് പറഞ്ഞാൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, സാഡ് ആയിട്ടുള്ള, റിജക്റ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡക്ക് ഇൻ ദ തണ്ടർസ്റ്റോം എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡൈ ഇൻ ഹാർനസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡൈ വെൻ വൺ ഇസ് ഓൺ ഡ്യൂട്ടി. ഓക്കെ, ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്നതിനെയാണ് ഡൈ ഇൻ ഹാർനസ് എന്നുള്ള ഈഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഡാമോക്ലസ് സ്വാഡ് എന്ന് പറഞ്ഞാൽ ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഡേഞ്ചർ അല്ലെങ്കിൽ ഹാം അതിനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു ഈഡിയമാണ് ഡാമോക്ലസ് സ്വാഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സി എ വെരി എക്സ്പെൻസീവ് ആൻഡ് ഇലാബറേറ്റ്ലി ബിൽറ്റ് ടൂം. ഓക്കെ, അപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അതുപോലെ ഇലാബറേറ്റ്ലി ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂമിനെ നമുക്ക് എന്ത് പറയാം എന്നതാണ് ചോദ്യം. ഇസ് ഇറ്റ് മെസോളിയം ഓർ സെമിട്രി ഓർ സിമിറ്റേരി ഓർ മോസ്ക് ഓർ മാസ്റ്റർ പീസ്? ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് മെസോളിയം. ഓക്കെ, മെസോളിയം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇലാബറേറ്റ്ലി ബിൽറ്റ് ചെയ്തിട്ടുള്ള ശവകുടീരമാണ്. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ ഹിയർ. നൗ ഇനി നമുക്കൊരു നറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഡയറക്റ്റ് ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻഡയറക്റ്റ് ഫോമിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ലെറ്റ്സ് സീ. ജോൺ സെഡ് ദാറ്റ് he was there to resolve that fight for them. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ നമ്മൾ ആക്റ്റീവിലോട്ട് മാറ്റുന്ന ഡയറക്റ്റ് ഫോമിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെ വരും? ഈസ് ഇറ്റ് ജോൺ സേസ് I am here to resolve this fight for you, or John said to me you are here to resolve this fight for you, or John said I'm here to resolve this fight for you, or John said I was here to resolve this fight for you. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹീ വാസ് ദെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ ഇത് പാസ്റ്റ് ടെൻസിലുള്ളതാണ് അല്ലേ. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രസൻറ്റ് ടെൻസ് വേണം നമുക്കിതിന് ഡയറക്റ്റ് ഫോം എടുക്കുമ്പം ചൂസ് ചെയ്യാനായിട്ട് അല്ലേ. സോ ആദ്യത്തേതിൽ ജോൺ സേസ് ഐ ആം ഹിയർ ടു റിസോൾവ് ദിസ് ഫൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ആം ഹിയർ എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ബിയിൽ ജോൺ സെഡ് ടു മീ എന്ന് പറയുന്നുണ്ട്, യു ആർ ഹിയർ ടു. അപ്പം അത് റോങ് ആണ്. ലൈക്ക് വൈസ് ഡി നോക്കിക്കേ, ഐ വാസ് ഹിയർ എന്നാണ് പറയുന്നത്, സോ അതും റോങ് ആണ്. സിയിൽ ജോൺ സെഡ് ഐ ആം ഹിയർ ടു റിസോൾവ് ദിസ് ഫൈറ്റ് ഫോർ യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതാണ് എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. സോ ഒബ്വിയസ്ലി സേസ് എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്, മറിച്ച് സെഡ് എന്നുള്ളതാണ് അല്ലേ, പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. സോ റിപ്പോർട്ടിംഗ് വേർബ്സിൽ നമുക്ക് ചേഞ്ചസ് വരുന്നില്ല ഇവിടെ. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ വരും? ജോൺ സെഡ് ഐ ആം ഹിയർ ടു റിസോൾവ് ദിസ് ഫൈറ്റ് ഫോർ യു എന്ന് വരും. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് ഒരു വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ആക്റ്റീവ് ഫോം ഓഫ് ദ ഗിവൻ സെൻറ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പാസീവ് ഫോം ആണ് കണ്ടെത്തിയത്. ഇനി നമുക്കിവിടെ പാസീവ് ഫോം തന്നിട്ടുണ്ട്, അതിൻ്റെ ആക്റ്റീവ് ഫോം ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ലെറ്റ്സ് സി. ദ മെമ്മോറിയൽ ഈവൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി അറ്റൻഡഡ് ബൈ thousands of people. ഓക്കെ, സോ ഈസ് പ്ലസ് V3 ഫോം ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഈസ് പ്ലസ് V3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. thousands of people was expected to attend the memorial event. thousands of people are expected to attending the memorial event. Okay, thousands of people had expected to attending the memorial event, and thousands of people are expected to attend the memorial event. Okay, see നമുക്ക് തന്നിരിക്കുന്ന പാസീവ് വോയിസിൽ ബീയിങ്ങിൻ്റെ യൂസേജ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ചൂസ് ചെയ്യേണ്ട ആക്റ്റീവ് വോയിസിൽ ഒരിക്കലും ING ഫോം ഓഫ് ദ വേർബ് വരില്ല. ഓക്കെ, സോ ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും നമുക്ക് ING ഫോം ഓഫ് ദ വേർബ് ഉണ്ട്. സോ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഈസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ലൈക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ടെൻസിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, സോ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എയിൽ വാസിൻ്റെ യൂസേജ് വന്നിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ എയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാവുന്നതാണ്. ഇനി ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നോക്കിക്കേ, thousands ഓഫ് പീപ്പിൾ എന്ന് വന്നു, അത് പ്ലൂരൽ ആണ്. സോ പ്രസൻറ്റ് ടെൻസിൽ പ്ലൂരൽ ആകുമ്പം ആർ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ആർ expected to attend the memorial event എന്ന് വന്നു. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ക്ലിയർ? നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്തത് നോക്കിക്കേ, ഒരു എറർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആഫ്റ്റർ സീയിങ് ദറ്റ് ശ്രേയ വാസ് ഇൻ ട്രബിൾ, രാഹുൽ ക്വയറ്റ്ലി സ്റ്റെപ്ഡ് അപ്പ് ടു ഹെൽപ്പ് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് നോക്കാം. സി, രാഹുൽ ക്വയറ്റ്ലി സ്റ്റെപ്ഡ് അപ്പ് ടു ഹെൽപ്പ് എന്നുള്ള ഭാഗത്താണോ, അതോ ആഫ്റ്റർ സീയിങ് ദറ്റ് ശ്രേയ എന്നുള്ള ഭാഗത്താണോ, അതോ വാസ് ഇൻ ട്രബിൾ എന്നുള്ള ഭാഗത്താണോ, അതോ നോ എറർ ആണോ എന്നതാണ് ചോദ്യം. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നമുക്ക് എറർ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. സി, ആഫ്റ്റർ സീയിങ് ദാറ്റ് ശ്രേയ വാസ് ഇൻ ട്രബിൾ അല്ലേ, ശ്രേയ ട്രബിളിലാണ് എന്ന് കണ്ടതുകൊണ്ട് രാഹുൽ ക്വയറ്റ്ലി സ്റ്റെപ്ഡ് അപ്പ് ടു ഹെൽപ്പ്. ഓക്കെ, രാഹുൽ മെല്ലെ എഴുന്നേറ്റു, എന്തിനു വേണ്ടിയിട്ട്? ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നോ എറർ ആണ് നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ.
ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് ഒരു പാസേജ് തന്നിരിക്കും, അപ്പം അതിൽ നമുക്ക് 5 ബ്ലാങ്ക്സ് കാണാനായിട്ട് സാധിക്കും. സോ ഈ 5 ബ്ലാങ്ക്സും കൃത്യമായിട്ടുള്ള വാക്കുകൾ വെച്ച് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള സെൻറ്റൻസ് പാസേജ് കിട്ടും. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദിസ് പാസേജ് ഫസ്റ്റ് ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, the monastery in Tawang, okay, Tawang is a place name, has recently undergone dash and bright paintings dash its walls. Okay, then dances and ceremonial celebrations are held in the dash, the most important of which is held on the night of Buddha Purnima, the full moon on which the Buddha was born. Dash enlightenment and died. To reach Tawang, you drive for 12 hours from Assam's Tezpur town, a major Indian forces base. The best seasons the visitor can choose for coming to Tawang is dash September to November. Okay, അപ്പം ലൈക്ക് തവാങ്ങിലെ മൊണാസ്ട്രിയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. പിന്നെ അവിടെ നടക്കുന്ന ഡാൻസസ് ആൻഡ് സെറിമോണിയൽ സെലിബ്രേഷൻസിനെ കുറിച്ച് പറയുന്നു. അതുപോലെ ബുദ്ധ പൂർണിമയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തവാങ്ങിലോട്ട് എങ്ങനെയാണ് എത്തിച്ചേരുക എന്നുള്ളത് പറയുന്നുണ്ട്. ലൈക്ക് വൈസ് ഏത് സമയമാണ് തവാങ് വിസിറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, so let's move on and let's try to fill the blanks one by one. Okay, so let's see the first blank. See, the monastery in Tawang has recently undergone dash. Okay, അപ്പം തവാങ്ങിലെ മൊനാസ്ട്രി ഈ അടുത്ത കാലത്തായിട്ട് നവീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ പറയേണ്ടത്. സോ ഇസ് ഇറ്റ് ഇന്നവേഷൻ ഓർ ഡിപ്രീസിയേഷൻ ഓർ ടെർമിനേഷൻ ഓർ റിനോവേഷൻ? ഓക്കെ, അപ്പം നവീകരിക്കുക എന്നുള്ള ഒരു മീനിങ് വരുന്ന വാക്ക് ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് റിനോവേഷൻ. ഓക്കെ, സോ ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊരു കാര്യം കണ്ടെത്തുന്നതിനെയാണ് ഇന്നവേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു കാര്യത്തിൽ ഉണ്ടാവുന്ന കുറവ്, ഓക്കെ, അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ടെർമിനേഷൻ എന്ന് പറയുമ്പം ഒരു കാര്യം പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. സോ റിനോവേഷനാണ് നവീകരണം എന്നുള്ള ഒരു മീനിങ് വരുന്ന വാക്ക്. ഓക്കെ, സോ ദ മൊനാസ്ട്രി ഇൻ തവാങ് ഹാസ് റീസെൻ്റ്ലി അണ്ടർഗോൺ റിനോവേഷൻ എന്ന് വരും. Okay, now let's move on to the second blank. So the monastery in Tawang has recently undergone renovation and bright paintings dash its walls. Okay, expose its walls ആണോ, rectify its walls ആണോ, adore its walls ആണോ, അതോ adorn its walls ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ലൈക്ക് അലങ്കരിക്കുക എന്ന മീനിങ് ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഇസ് അഡോൺ. ഓക്കെ, നമുക്ക് അതിൻ്റെ വാൾസിൽ, ഈ മൊനാസ്ട്രിയുടെ വാൾസിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ബ്രൈറ്റ് പെയിൻറ്റിങ്സ് അഡോൺ ചെയ്ത്, പെയിൻറ്റിങ്സ് വെച്ച് അഡോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അഡോൺ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക എന്നുള്ള മീനിങ് വരുന്നു. ഇനി എക്സ്പോസ് എന്ന് പറഞ്ഞാൽ തുറന്നു കാണിക്കുക എന്നുള്ള മീനിങ് ആണ് വരുന്നത്. റെക്ടിഫൈ എന്ന് പറയുന്ന സമയത്ത് ലൈക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ് വരുന്നു. ഓക്കെ, അതായത് തെറ്റ് തിരുത്തുക എന്നുള്ളൊരു മീനിങ് ആണ് റെക്ടിഫൈ എന്നുള്ള വാക്കിനുള്ളത്. ദെൻ അഡോർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരാളെ നമ്മൾ ലൈക്ക് ആരാധിക്കുന്നതിനെയാണ് അഡോർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ബ്ലാങ്ക് നമുക്ക് നോക്കാം. ഡാൻസസ് ആൻഡ് സെറിമോണിയൽ സെലിബ്രേഷൻസ് ആർ ഹെൽഡ് ഇൻ ദ ഡാഷ്. ഓക്കെ, the most important of which is held on the night of Buddha Purnima. Okay, so held in the courtyard എന്ന് വരുമോ, in the churchyard എന്ന് വരുമോ, അതോ in the shipyard എന്ന് വരുമോ, അതോ junkyard എന്ന് വരുമോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് കോർട്ട്യാർഡ്. ഓക്കെ, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ മൊനാസ്ട്രിയുടെ മുറ്റത്ത് ഈ പറയുന്ന ഡാൻസസും സെറിമോണിയൽ സെലിബ്രേഷൻസും ഒക്കെ നടത്താറുണ്ട് എന്നതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓവർ ഹിയർ our answer is option A. Okay, now let's move on. അടുത്ത ബ്ലാങ്ക് നമുക്ക് നോക്കാം. സോ ഡാൻസസ് ആൻഡ് സെറിമോണിയൽ സെലിബ്രേഷൻസ് ആർ ഹെൽഡ് ഇൻ ദ കോർട്ട്യാർഡ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓഫ് വിച്ച് ഇസ് ഹെൽഡ് ഓൺ ദ നൈറ്റ് ഓഫ് ബുദ്ധ പൂർണിമ, ദ ഫുൾ മൂൺ ഓൺ വിച്ച് ദ ബുദ്ധ വാസ് ബോൺ, ഡാഷ് എൻലൈറ്റൻമെൻറ്റ്. ഓക്കെ, അപ്പം അറ്റൈൻഡ് എൻലൈറ്റൻമെൻറ്റ് എന്ന് വരുമോ, ഡിസ്പ്ലേഡ് എൻലൈറ്റൻമെൻറ്റ് എന്ന് വരുമോ, ട്രാൻസ്ഫേർഡ് എൻലൈറ്റൻമെൻറ്റ് എന്ന് വരുമോ, റിസീവ്ഡ് എൻലൈറ്റൻമെൻറ്റ് എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം എൻലൈറ്റ്മെൻറ്റ് അച്ചീവ് ചെയ്യാണ്, അറ്റൈൻ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് അറ്റൈൻഡ്. ഓക്കെ, നേടിയെടുക്കുക. ഓക്കെ, അപ്പം ലൈക്ക് ആൾക്ക് എൻലൈറ്റൻമെൻറ്റ് ആൾ നേടിയെടുക്കുകയാണ് ചെയ്തത് അല്ലേ. ആ ഫുൾ മൂൺ ദിവസമാണ് ആൾക്ക് ലൈക്ക് എൻലൈറ്റൻമെൻറ്റ് ഉണ്ടായത് എന്നതാണ് പറയുന്നത്. ഓക്കെ, സോ അറ്റൈൻഡ് എന്നുള്ള വാക്കാണ് നമുക്കിവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഡിസ്പ്ലേഡ് എന്ന് പറയുന്ന സമയത്ത് ലൈക്ക്
ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, ലൈക്ക് തുറന്ന് കാണിക്കുക അല്ലെങ്കിൽ ലൈക്ക് കാണിക്കുക എന്നുള്ള മീനിങ് ആണ് ഡിസ്പ്ലേഡ് എന്നുള്ള വാക്കിനുള്ളത്. ദെൻ ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, അതിനെയാണ് ട്രാൻസ്ഫേർഡ്, കൈമാറ്റം ചെയ്യുക എന്നുള്ള മീനിങ് വരുന്നു. റിസീവ്ഡ് എന്ന് പറയുമ്പം കിട്ടുക എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, and died. Okay, now let's move on to the last blank. To reach Tawang, you drive for 12 hours from Assam's Tezpur town, a major Indian forces base. Okay, the best seasons the visitor can choose for coming to Tawang is dash September to November. Okay, about September to November ആണോ, besides September to November ആണോ, between September to November ആണോ, അതോ among September to November ആണോ എന്നതാണ് ചോദ്യം. സോ രണ്ട് കാര്യങ്ങൾ അല്ലേ, ഇവിടെ സെപ്റ്റംബർ മുതൽ നവംബർ വരെ അതിനിടയ്ക്ക് എന്ന് കാണിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് between എന്നുള്ള പ്രപ്പോസിഷനാണ്. സോ ഹിയർ our answer is option C. Clear? Now let's move on to the next question. അടുത്തതും ഒരു ക്ലോസ് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ദ പാസേജ് ഫസ്റ്റ്. A robot is a mechanical or virtual artificial agent, usually an electromechanical machine that is dashed by a computer program or electronic circuitry. In general, robots can be autonomous or semi-autonomous and are now used in different fields. They have replaced dash in performing repetitive and dangerous tasks which humans prefer not to do or are unable to do because of size limitations or which take place in extreme dash, such as outer space or the bottom of the sea. For instance, robots can now be used in industry as in car manufacturing, or they can be used in homes to do the dash. Some robots may respond to speech or even be medical operating tools. There are concerns about the increasing use of robots and their role in society. Robots are blamed for the rising dash as they replace workers. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പാസേജ്. ഓക്കെ, സോ അപ്പോൾ ഈ പാസേജിൽ നമുക്ക് ഓരോ ബ്ലാങ്ക്സ് ആയിട്ട് ഫിൽ ചെയ്യാനായിട്ട് നോക്കാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റോബോട്ട്സ്. ഓക്കെ, റോബോട്ട്സിനെ കുറിച്ചാണ് ഈ പാസേജിൽ കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ യൂസസും അതുപോലെ ഇൻ ഫ്യൂച്ചർ അതിൽ നിന്നുണ്ടാവാനുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് റീഡ്. A robot is a mechanical or virtual artificial agent, usually an electromechanical machine that is dashed by a computer program. Okay, that is included by a computer program എന്ന് വരുമോ, chased by a computer program എന്ന് വരുമോ, guided by a computer program എന്ന് വരുമോ, challenged by a computer program എന്ന് വരുമോ എന്നതാണ് ചോദ്യം. ഓക്കെ, സോ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് ആക്ച്വലി റോബോട്ട്സിനെ ഗൈഡ് ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് നമുക്ക് വരുന്നത്. സോ ഗൈഡഡ് by a computer program or electronic circuitry എന്ന് വരും. Okay, now let's move on to the second blank. See, they have replaced dash in performing repetitive and dangerous tasks. Okay, അപ്പം അത് മെഷീൻസ് ആണോ, ഹ്യൂമൻസ് ആണോ, ഏജൻസ് ആണോ, ടോയ്സ് ആണോ എന്നതാണ് ചോദ്യം. അപ്പം റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുന്നതിൽ നിന്നും ലൈക്ക് ആരെയാണ് റോബോട്ട്സ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഹ്യൂമൻസ് അല്ലേ. ഹ്യൂമൻസിനെയാണ് ലൈക്ക് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഹ്യൂമൻസ് ആണ്. ദേ ഹാവ് റീപ്ലേസ്ഡ് ഹ്യൂമൻസ് ഇൻ പെർഫോമിംഗ് റെപ്പിറ്റേറ്റീവ് ആൻഡ് ഡേഞ്ചറസ് ടാസ്ക് വിച്ച് ഹ്യൂമൻസ് പ്രിഫർ നോട്ട് ടു ഡു എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ബ്ലാങ്ക്, മൂന്നാമത്തെ ബ്ലാങ്ക് നമുക്ക് നോക്കാം. See, they have replaced humans in performing repetitive or dangerous tasks which humans prefer not to do or are unable to do because of size limitations or which take place in extreme dash. Okay, such as outer space or bottom of the sea. Okay, അപ്പോൾ എക്സ്ട്രീം ബ്യൂട്ടി ആണോ, എക്സ്ട്രീം പാറ്റേൺ ആണോ, എക്സ്ട്രീം എൻജോയ്മെൻ്റ് ആണോ, അതോ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ് ആണോ എന്നതാണ് ചോദ്യം. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ദാറ്റ് ഈസ് എൻവയോൺമെൻറ്റ്സ്. ഓക്കെ, എൻവയോൺമെൻറ്റ്സ് ആണ് വരുന്നത്. കാരണം ഈ പറയുന്ന ഔട്ടർ സ്പേസും അതുപോലെ ബോട്ടം ഓഫ് ദ സീയും ഒക്കെ എക്സ്ട്രീം ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്സ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ ഫോർത്ത് ബ്ലാങ്ക്. See, for instance, robots can now be used in industry as in car manufacturing or they can be used in homes to do the dash. Okay, അപ്പം വീട്ടിൽ നമ്മൾ എന്തിനാണ് റോബോട്ട്സിനെ യൂസ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ടു ഡു ദ നെറ്റ്വർക്ക് ആണോ, ടു ഡു ദ ഹൗസ് വർക്ക് ആണോ, സോഫ്റ്റ്വെയർ ആണോ, ഹാൻഡ് വർക്ക് ആണോ. ഓക്കെ, സോ ഒബ്വിയസ്ലി ഹോംസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൗസ് വർക്ക് ചെയ്യാനായിരിക്കും അല്ലേ. സോ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഈസ് ഹൗസ് വർക്ക്.
Okay, now let's move on to the last blank. So there are concerns about the increasing use of robots and their role in society. Okay, robots are blamed for the rising dash. Okay, rising unemployment ആണോ, rising peace ആണോ, rising social issues ആണോ, റൈസിങ് കറപ്ഷൻ ആണോ എന്നതാണ് ചോദ്യം. സി റോബോട്ട്സ് ലൈക്ക് ഹ്യൂമൻ ബീങ്സിനെ റീപ്ലേസ് ചെയ്യുന്നതോടുകൂടി ലൈക്ക് ഹ്യൂമൻസ് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടമാകുകയാണ് അവർക്ക് ചെയ്യുന്നത് അല്ലേ. സോ ഇറ്റ് ലീഡ്സ് ടു അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അപ്പം എങ്ങനെ വരും കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? ദർ ആർ കൺസേൺസ് അബൌട്ട് ദ ഇൻക്രീസിംഗ് യൂസ് ഓഫ് റോബോട്ട്സ് ആൻഡ് ദെയർ റോൾ ഇൻ സൊസൈറ്റി. Robots are blamed for the rising unemployment as they replace workers in increasing numbers of functions എന്നുള്ള ആ ഒരു സെൻറ്റൻസ് വരും. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. സോ ഇഫ് യു ഹാവിംഗ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡിസ്കസ് ടുഡേ, ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ, അപ്പം ഇനി വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ എൻട്രി ആപ്പിൽ ഇതുപോലെയുള്ള ക്ലാസ്സസും അതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, ഇങ്ങനെയുള്ള നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും റിസോഴ്സസും അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതുവരെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ലൈക്ക് സ്കോപ്പും ഒക്കെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും എല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. Thank you so much. Happy learning.